കുട്ടികളെ നമസ്കാരം. ശിഷ്ടാചാരങ്ങൾ, അതായത് സംസ്കാരമുള്ളവർ ചെയ്യുന്ന പെരുമാറ്റച്ചട്ടങ്ങൾ വിധി നിഷേധ രൂപത്തിൽ വിസ്തരിക്കുകയാണ് ഉറവങ്കര അടുത്ത ശ്ലോകത്തിൽ. അതായത് ബാലോപദേശത്തിൽ 2-ാം ഖണ്ഡത്തിൽ 16-ാം ശ്ലോകത്തിൽ. നമുക്ക് ആ ശ്ലോകം നോക്കാം. ദ്രോഹം നിനയ്ക്കരുതു ശത്രുവിലും വിരൂക്ഷവ്യാഹാരവും പരിഹരിക്ക പരന്റെ നേരെ. മോഹം പരസ്വവനിരാദിയിൽ ഏതുമാകാ സാഹായ്യമാതുരജനങ്ങളിൽ ആചരിക്കാം. ഇതിൻ്റെ അന്വയം നോക്കാം. ശത്രുവിലും ദ്രോഹം നിനയ്ക്കരുത്, പരന്റെ നേരെ വിരൂക്ഷവ്യാഹാരവും പരിഹരിക്കാം. പരസ്വ വനിതാദിയിൽ മോഹം ഏതും ആകാം. ആതുരജനങ്ങളിൽ സാഹായ്യം ആചരിക്കാം. ഇനി ഇതിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം. ശത്രുവിലും, തനിക്ക് ദ്രോഹം ചെയ്യുന്നവരിലും എന്നർത്ഥം. തന്നെ അമർത്തുന്നവനാണല്ലോ ശത്രു. അപ്പം അയാളിൽ പോലും ദ്രോഹം നിനയ്ക്കരുത്. ദ്രോഹം എന്ന് പറഞ്ഞാൽ അനിഷ്ടം, ഉപദ്രവം, അന്യന് അഹിതമായിട്ടുള്ളത് അത് ആലോചിക്കുക പോലും അരുതെന്നാണ്. നിനയ്ക്കരുത്. ശത്രുവിന് ദ്രോഹം നിനയ്ക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം തന്നെ അമർത്താൻ നോക്കുന്നവനാണ് ശത്രു. അപ്പോൾ ചെറിയ പകയോ ഒക്കെ അയാൾക്കെതിരായിട്ട് തോന്നാൻ സാധ്യത കൂടുതലുണ്ട്. അതാണ് ഇപ്പം മിത്രങ്ങളിൽ പാടില്ല എന്ന് പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ശത്രുവിൽ പോലും ചെയ്യാൻ പാടില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെന്താ പറയണത്? വിരൂക്ഷവ്യാഹാരവും, അതായത് വിശേഷേണ ഉള്ള രൂക്ഷമായിട്ടുള്ളത്, തീക്ഷ്ണമായ, സ്നിഗ്ധത ഇല്ലാത്ത, വ്യാഹാരം എന്ന് പറഞ്ഞ ശബ്ദം, വാക്ക്, അത് പരൻ്റെ നേരെ, അന്യൻ്റെ നേരെ പറയാൻ പാടില്ല. അത് പരിഹരിക്കുക, നീക്കിക്കളയുക, ഒഴിവാക്കുക എന്ന് ചുരുക്കത്തിൽ അന്യനോട് തീക്ഷ്ണമായ വാക്കുകൾ പറയാതെ കഴിക്കണം. അയാൾ നമ്മളെ ചൊടിപ്പിക്കാൻ പാകത്തിൽ വല്ലതും പറഞ്ഞാലും ശരി, അതേ ഭാഷയിൽ അത്തരം വാക്ക് പറയാതിരിക്കാൻ നോക്കണം എന്നർത്ഥം. കാരണം നിങ്ങൾക്കറിയാം, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരു തവണ പുറത്തു പോയാൽ അത് പോയതാണ്. പിന്നെ പറയണത് പരസ്വ വനിതാദിയിൽ, അതായത് അന്യൻ്റെ സ്വത്ത്, അതാണ് പരസ്വ. പിന്നെ പരൻ വനിത, അന്യൻ്റെ സ്ത്രീ, അതാണ് പരസ്വ വനിതാദിയിൽ. അതായത് പരധനം, പരസ്ത്രീ മുതലായവയിൽ. മോഹം ഏതും ആകാം. ഏതും എന്ന് പറഞ്ഞാൽ അല്പം പോലും പാടില്ല എന്നർത്ഥം. അത് അപകടത്തെ വലിച്ചു വയ്ക്കും. നമുക്കറിയാം, ത്രൈലോക്യാധീശ്വരനായിട്ടുള്ള രാവണൻ്റെ അന്ത്യം ഈ പരവനിതാ മോഹം കാരണമാണ് ഉണ്ടായതെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ 3 നിഷേധങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത്, ദ്രോഹം ചെയ്യാൻ പാടില്ല, ശത്രുക്കളോട് പോലും തീക്ഷ്ണമായ അതികഠിനമായ വാക്കുകൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല. പിന്നെ പരസ്ത്രീ, പരധനം ഇവയിൽ ഒട്ടും മോഹം പാടില്ല. ഇങ്ങനെ 3 ചെയ്യാൻ പാടില്ലാത്ത പറഞ്ഞു. പിന്നെ ചെയ്യേണ്ടതായ ഒരു കാര്യം ആണ് പിന്നെ പറയുന്നത്. സഹായം, ഉപകാരം. ആതുരജനങ്ങൾ എന്ന് പറയണമെങ്കിൽ രോഗമുള്ളവർ, ദുഃഖമുള്ളവർ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് തന്നാൽ കഴിയുന്നത്ര ഉപകാരങ്ങൾ, സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യമാണ് കവി നമ്മളോട് പറയുന്നത്.
ചുരുക്കി പറഞ്ഞാൽ ശത്രുവാണെങ്കിലും ദ്രോഹിക്കാൻ തോന്നരുത്, ആരോടും കടുത്ത വാക്കുകൾ, തീക്ഷ്ണമായ വാക്കുകൾ പറയരുത്, പരസ്ത്രീ പരധനം എന്നിവയിൽ വാഞ്ച, അഭിരുചി ഒട്ടും പാടില്ല. ആതുര സേവനം കഴിയുന്നത്ര നടത്തണം. ഇങ്ങനെ വിധി നിഷേധ രൂപത്തിൽ നമുക്ക് ഉപദേശം എന്ന് പറഞ്ഞാൽ തന്നെ ഗുണദോഷങ്ങൾ പറഞ്ഞു തരികയാണല്ലോ. ഏത് ചെയ്താൽ ആ ഗുണം, ഏത് ചെയ്താൽ ദോഷം എന്നുള്ളത്. അത് ഉറവങ്കര ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ദ്രോഹം നിനക്കരുതു ശത്രുവിലും വിരൂക്ഷവ്യാഹാരവും പരിഹരിക്ക പരന്റെ നേരെ. മോഹം പരസ്വവനിതാദിയിലേതുമാക സാഹായ്യമാതുരജനങ്ങളിൽ ആചരിക്കാം. സാധാരണയായിട്ട് ശ്ലോകങ്ങളിൽ അവസാനത്തെ അക്ഷരമുണ്ടല്ലോ, അല്പം നീട്ടിയാലും പ്രശ്നമില്ല. അതിങ്ങനെ പാടി നീട്ടി ലഘുക്കളെ ഗുരുവാക്കാം എന്നുള്ള പോലെ കുറച്ചിങ്ങനെ നീട്ടിയാലും പ്രശ്നമില്ല. എന്നാൽ ഇവിടെ ആചരിക്കുക എന്ന അർത്ഥത്തിലാണല്ലോ ആചരിക്ക എന്ന വാക്ക്, അത് അവസാനമാണ് പറഞ്ഞത്. അത് ആചരിക്ക എന്ന് നീട്ടിയാൽ ആചരിക്കില്ല എന്ന അർത്ഥമാണ് കേൾക്കുന്നവർക്ക് തോന്നുക. അതിനാൽ അത് ആ ശ്ലോകം ചൊല്ലുന്ന കുട്ടികൾ അത് മനസ്സിലാക്കണം. അത് ദീർഘ ആചരിക്ക എന്ന് ദീർഘമില്ലാതെ തന്നെ ഉച്ചരിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഇതിൻ്റെ വിവരണം നിർത്താം. ബാക്കി നാളെ ആവട്ടെ. എല്ലാവർക്കും നമസ്കാരം.